കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വയനാട്ടിൽ നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണെന്ന അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലുമൊക്കെ നിറഞ്ഞു നിന്നതാണ്. എന്നാൽ ഇതുവരെ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതിന് തീരുമാനം അറിയാം എന്ന തരത്തിലാണ് വാർത്തകൾ ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ KPCC രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടതായിരുന്നു വയനാട്ടിൽ മത്സരിക്കണം. അതിനുവേണ്ടി പേര് നിർദ്ദേശം വന്ന സിദ്ദിഖ് വരെ സന്തോഷത്തോടെ മാറി നിൽക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ ഇതുവരെ ഒരു ശരിയായ തീരുമാനം വന്നിട്ടില്ല. AICCയുമായി സംസാരിച്ചു, അല്പസമയത്തിനകം തീരുമാനമുണ്ടാകും, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്. എന്നാൽ അതിലൊന്നും ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഇന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇന്നറിയാം എന്ന തരത്തിലാണ് ഏറ്റവും ഒടുവിൽ വാർത്തകൾ വരുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്ന് ഇന്നറിയാം. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ദില്ലിയിൽ ചേരുന്നുണ്ട്. പ്രകടന പത്രികയ്ക്ക് അംഗീകാരം നൽകലാണ് യോഗത്തിലെ പ്രധാന അജണ്ട. അതേസമയം രാഹുലിന്റെ ദക്ഷിണേന്ത്യയിലെ സ്ഥാനാർത്ഥിത്വവും യോഗത്തിൽ ചർച്ചയാക്കാൻ സാധ്യതകൾ ഏറെയുണ്ട്. തിരഞ്ഞെടുപ്പ് സമിതി യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കരുതെന്ന് അഭിപ്രായം നേതാക്കൾ രാഹുൽ ഗാന്ധി അറിയിച്ചിരുന്നു. അതേസമയം രാഹുൽ വയനാട്ടിൽ മത്സരിക്കണമെന്ന ആവശ്യം കേരളത്തിലെ നേതാക്കൾ ശക്തമായി ഉന്നയിക്കുകയാണ്. എന്നാൽ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന PC ചാക്കോ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതൃപ്തി പരസ്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ കോൺഗ്രസിന്റെ 9ാം സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടും വടകരയും ഉൾപ്പെട്ടിട്ടില്ല എന്നതും പ്രവർത്തകരെ ഏറെ നിരാശപ്പെടുത്തുന്നുണ്ട്. ദില്ലിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ തന്നെ നേതൃത്വത്തിൽ ചേരുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ 2 കാര്യങ്ങൾക്കാണ് വ്യക്തത ഇനി വരേണ്ടത്. ഒന്ന്, രാഹുൽ അമേഠിയെ കൂടാതെ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അത് വയനാട് ആകുമോ? രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന വാർത്തയിൽ ഉടനെ പ്രതികരിക്കാതിരുന്ന BJP ദേശീയ നേതൃത്വം പിന്നീട് ശക്തമായി രാഹുലിനെതിരെ ആഞ്ഞടിച്ചു. അമേഠിയിൽ എതിരാളിയായി സ്മൃതി ഇറാനിയെ രാഹുൽ ഭയന്നോടി എന്നായിരുന്നു BJPയുടെ ഇതിനുള്ള പരിഹാസം. എന്നാൽ രാഹുൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. തമിഴ്നാട്, കർണാടക PCCകൾ രാഹുൽ അവരവരുടെ സംസ്ഥാനങ്ങളിൽ വന്ന് മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ KPCC വയനാട് സീറ്റിൽ തന്നെ മത്സരിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അമേഠിയിലാണ് രാഹുലിന്റെ കർമ്മഭൂമി. KPCCയുടെ ആവശ്യവും രാഹുൽ പരിഗണിക്കും. എന്നാൽ കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പ്രതികരിച്ചത്, ഇതിനു മുമ്പ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ആവശ്യം രാഹുലിന് മുന്നിൽ വച്ചിരുന്നു. തമാശ എന്ന നിലയിലാണ് ആദ്യം ഈ ആവശ്യം പറഞ്ഞതെങ്കിലും അന്ന് ഗൗരവത്തോടെയാണ് രാഹുൽ മറുപടി പറഞ്ഞത്. പ്രധാനപ്പെട്ട സീറ്റാണ് വയനാട് എന്നറിയാമെന്നും എന്നാൽ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് ഫോക്കസ് മാറ്റാനാകില്ലെന്നുമായിരുന്നു രാഹുലിന്റെ അന്നത്തെ പ്രതികരണം. രാഹുൽ എന്തായാലും ഇത്തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു അന്ന്. പിന്നെ എന്തിനാണ് കോൺഗ്രസ് വീണ്ടും രാഹുലിനോട് വയനാട്ടിൽ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്? അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കണമെങ്കിൽ സത്യത്തിൽ അത് രാഹുൽ അറിഞ്ഞിട്ടാണോ? വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് KPCCയും AICയും ഒക്കെ അങ്ങ് തീരുമാനിച്ചു. പക്ഷെ ഇതുവരെ രാഹുൽ ഔദ്യോഗികമായി അതിനൊരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. എന്തായാലും തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിന്. എന്നിട്ടും ഇതുവരെ വടകരയ്ക്കും വയനാടിനും തീരുമാനമായിട്ടില്ല. വടകരയിൽ മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ തീരുമാനത്തിൽ എത്തിയെങ്കിലും അതിനും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. സത്യത്തിൽ എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? അതാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.